ഇന്ന് നോമ്പ് 4 അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയിലെ വിഭവങ്ങളാണ് ഈ ഒരു കൊച്ചു നോമ്പ് തുറയിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പിന്നെ മുട്ട റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട പുരട്ടുന്നത്. അതിന് വേണ്ടത് സവാള, തക്കാളി, പിന്നെ പച്ചമുളക് ഇത് എല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആവിയിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും. അത് തീയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാണ്ട് പിന്നെ എടുക്കരുത്. കാരണം അത് വറ്റിച്ചാൽ മാത്രമേ നമുക്ക് പുരട്ട് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. അത് വറ്റിച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഓയിലാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കുറച്ച് ഞാൻ പിന്നെ ഇതിലിട്ടിട്ടുള്ളത് ഏലക്ക, തക്കോലം, ഗ്രാമ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയി. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച പേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇടേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഇട്ടതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി ഇടുക, മല്ലിപ്പൊടി ഇടുക, കുറച്ച് കൊത്തമല്ലി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് അവിച്ച മുട്ട ഇടുക. മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള മുട്ട പുരട്ട് റെഡി ആയിട്ടുണ്ട്. പല രീതിയിലും മുട്ട പുരട്ട് വെക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് വെക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട പുരട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.